അധികാരികൾ മുഖം തിരിച്ചതിന് പിന്നാലെ കുടിവെള്ളത്തിനായുള്ള പോരാട്ടം തുടരുകയാണ് മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലെ മൂച്ചിക്കുണ്ട് നിവാസികൾ. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കുടിവെള്ളമെന്ന ഇവരുടെ ആവശ്യത്തിന് 60 വർഷത്തോളം പഴക്കമുണ്ട്. അറുപത് വർഷമായി മൂച്ചിക്കുണ്ട് നിവാസികൾ കുടിവെള്ളത്തിനായി സർക്കാർ തിണ്ണകൾ കയറിയിറങ്ങുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചതാകട്ടെ അവഗണന മാത്രം. കനത്ത ചൂടിലും കുടിവെള്ളത്തിനായുള്ള പോരാട്ടത്തിലാണ് മൂച്ചിക്കുണ്ടിലെ ജനങ്ങൾ. ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ 22ഉം 24 വാർഡുകൾപ്പെട്ട ഒരു ഏരിയയാണ് മൂച്ചിക്കുണ്ട് എന്ന് പറയുന്നത്. ഈ മൂച്ചിക്കുണ്ട് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഹരിജൻ കോളനിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി കോളനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളനിയാണ്. 750ഓളം ഏക്കർ വിസ്തൃതിൻ്റെ ഈ കോളനിക്ക്. ആ കോളനിയിൽ 1960 മുതൽ ഞങ്ങൾ താമസം തുടങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി 2 മുതൽ 3 കിലോമീറ്റർ വരെ നടന്നിട്ടാണ് ഞങ്ങൾ കുടിവെള്ളം എടുത്തിരുന്നത്. നമ്മൾ കുടിവെള്ളത്തിനാണ് ചോദിക്കുന്നത്, വെള്ളമാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ് വെള്ളം. അതില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അടിസ്ഥാന ആവശ്യങ്ങൾ പെടുന്ന ഒരു സാധനമാണ് വെള്ളം. ഇല്ലാണ്ട് നമുക്ക് ഒന്നും പറ്റില്ല. നമുക്ക് ജീവിക്കാനോ നമ്മുടെ ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ ഇതാക്കാനോ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം. കുടിക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് വെള്ളമില്ലാത്ത, ബാക്കി എല്ലാത്തിനും ഞങ്ങൾക്ക് വെള്ളമില്ല. കുടിവെള്ളമെങ്കിലും കിട്ടിയാൽ നമുക്ക് നമ്മുടെ ജീവനെങ്കിലും നിലനിർത്താൻ എന്നുള്ളൊരിതാണ്. മഴക്കാലത്തായാലും മഞ്ഞുകാലമായാലും ഏത് കാലത്തും ഞങ്ങൾ പൈസ കൊടുത്താൽ വെള്ളം അടിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളത്തിന് നമ്മൾ പുറത്തത്തെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ പൈസ കൊടുത്താൽ ഒരു ട്രിപ്പ് വെള്ളത്തിന് ഞങ്ങൾക്ക് 600 രൂപ 700 രൂപ കൊടുക്കണം. എല്ലാ വീട്ടുകാരും ഒരു വീട് ഒഴികെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആകെ ഞങ്ങൾക്ക് ആശ്രയമുള്ളത് ഒരു പഞ്ചായത്ത് കിണറുണ്ട്. ഇത്രയും ജനങ്ങളെല്ലാവരും കൂടെ കിണറ്റിൽ പോയി ഞങ്ങൾക്ക് കുളിച്ച് തിരുമ്പാൻ കഴിയില്ല. അത് ഈ വേനലാകുമ്പോൾ അതിനകത്ത് വെള്ളം പറ്റും. പിന്നെ നമ്മൾ ഒപ്പിയെടുക്കുക ചെയ്യാം. ഒരു കോരലൊരു ഭാഗത്തിൽ ഇത്തിരി വെള്ളം കിട്ടും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചതോടെ വിഷയം വീണ്ടും ചർച്ചയായി. കടലാസിൽ പദ്ധതികൾ പലതുണ്ടെങ്കിലും ഒന്നുപോലും പ്രാവർത്തികമാക്കാത്തതിനാൽ കടുത്ത ശുദ്ധജലക്ഷാമമാണ് മൂച്ചിക്കുണ്ട് നിവാസികൾ നേരിടുന്നത്. ജനം, മലപ്പുറം.